ഇന്നലെ എടുത്ത ക്ലാസ്സിന്റെ ബാക്കിയാണേ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ്റെ സെക്കൻഡ് ഓപ്ഷനാണ് വരുന്നത്. ക്രിയേറ്റ് മോഷൻ തീം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ക്രിയേറ്റ് ക്ലാസിക് തീം വെച്ചിട്ട് ബോൾ ബൗൺസ് ചെയ്യുന്ന ആനിമേഷനെ കാണിക്കുന്നത്. അപ്പോൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെയുള്ള സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത്. നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലെയർ എടുത്തു, ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പ് ഉപയോഗിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ബാക്ക്ഗ്രൗണ്ട് വരച്ചു കൊടുത്തു. അതിനുശേഷം അത് സെലക്ട് ചെയ്ത് വേണമെങ്കിൽ കളറ് പ്രോപ്പർട്ടി പാനലിൽ പോയിട്ട് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. ഏത് കളർ വേണേലും ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം വരേണ്ടത് അടുത്തൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാണ്. അടുത്ത ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് ഓവൽ ഷേപ്പ് എടുക്കണം. ഓവൽ ഷേപ്പ് എടുത്തിട്ട് ഒരു ബോൾ ഇതിൻ്റെ മുകളിലായിട്ട്, ഈ ഡോക്യുമെന്റിന്റെ മുകളിലായിട്ട് വരച്ചു വെക്കുക. കണ്ടോ? ഇത് മുകളിലോട്ടും താഴോട്ടും പോകാൻ വേണ്ടി ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി കേട്ടോ. മൗസിന്റെ ബട്ടൺ, സെൻട്രൽ ബട്ടണെ സ്ക്രോൾ ചെയ്ത് വെച്ചാൽ മതി. അപ്പം ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടും ഇത് പൊക്കോളും. എന്നിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. സെലക്ട് ചെയ്യുമ്പോഴേക്കും ഈ ഏരിയ സെലക്ട് ആയി വരും. ബോളിന്റെ കളർ വേണേൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതിനുശേഷം ചെയ്യേണ്ടത് നമുക്ക് ആനിമേഷൻ കീ ഫ്രെയിമിലേക്ക് പോവാം. ഇപ്പം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ബോൾ ഇങ്ങനെ വന്ന് ഇവിടെ തട്ടി ഇവിടെ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോകുന്നതായിട്ട് ചെയ്ത് നമ്മൾ ഇന്നലെ ചെയ്ത സ്റ്റെപ്പ് വഴി പോകുന്നതാണ്. അപ്പം അല്ലാതെ ഇത് ക്ലാസിക് തീം വെച്ചിട്ട് എങ്ങനെയാണ് കീ ഫ്രെയിം ഉപയോഗിച്ച് ടൈം ലൈനിൽ വന്ന് ചെയ്യുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോൾ സെലക്ട് ചെയ്യാം. ഈ ബോൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് 4 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. 4 സെക്കൻഡ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ലെഫ്റ്റ് ബട്ടണിൽ നിന്ന് ഈ ഫസ്റ്റ്, ഇതിപ്പോൾ 3 ലെയറാണ് ടോട്ടൽ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ലെയറിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ 4 സെക്കൻഡ് എന്ന് കിടപ്പുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഈ 120ൻ്റെ താഴെ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ട്, ഗ്രേ പോലത്തെ. ആ ബോക്സിൽ നിന്ന് ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ഡ്രാഗ് ചെയ്യാൻ താഴോട്ട്. ഇങ്ങനെ വെറുതെ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ലെഫ്റ്റ് ബട്ടണിൽ നിന്ന് കൈ എടുക്കാതെ ഇങ്ങനെ താഴോട്ട് 3 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി അങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ലെയർ 1ന് ആദ്യം ഇവിടെ വന്നിട്ട് ഇൻസേർട്ട് ഫ്രെയിം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അടുത്ത ലെയർ 2ന് ഇൻസേർട്ട് ഫ്രെയിം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് മൂന്നാമത്തെ ലെയറിന് ഇൻസേർട്ട് ഫ്രെയിം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയും സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഡ്രാഗ് ചെയ്ത് കൊടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഇൻസേർട്ട് ഫ്രെയിം എന്നുള്ളത് കൊടുക്കാം. ഇൻസേർട്ട് ഫ്രെയിം എന്നുള്ളത് ഇതാണ്, ഇൻസേർട്ട് ഫ്രെയിം എന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഈ റൂളർ നീക്കി കൊണ്ടുവന്ന് വെക്കാം. റൂളർ ഞാനിപ്പോൾ വെക്കുന്നത് 10, 5 സീറോയിലാണ് ഞാനിപ്പോൾ വെക്കുന്നത് കേട്ടോ. സീറോയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബോൾ ആദ്യം മുകളിലോട്ടൊന്ന് നീക്കി വെച്ചിട്ടുമുണ്ട്. ഇനി ഞാൻ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനെ സ്ക്രോൾ ചെയ്യുവാണ്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് ഞാൻ മിഡിൽ ബട്ടൺ ഒന്ന് സ്ക്രോൾ ചെയ്ത് സൂം ഔട്ട് ആക്കുന്നുണ്ട്. അതിനുശേഷം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ചെയ്യേണ്ടത് ഈ റൂളർ ഒരു 10ാമത്തെ ഫ്രെയിമിലോട്ട് നീക്കി വെച്ചു. 10ാമത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ഇവിടെ ആയിട്ട് വെച്ചിട്ട് ഈ ബോളിനെ സെലക്ഷൻ ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ക്രിയേറ്റ് ക്ലാസിക് തീം എന്നും പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു. ക്രിയേറ്റ് ക്ലാസിക് തീം എന്നിട്ട് ടിക്ക് കൊടുക്കുക. അപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പർപ്പിൾ കളറിലായിരിക്കും അവിടെ ഒരു കുറേ ഡോട്ട് ലൈൻ വരും. അതാണ് ക്ലാസിക് തീമിൻ്റെ സെറ്റിങ്സ്. ഇനി അടുത്തത് ഈ ബോളിനെ എന്ത് വേണം, അവിടുന്ന് മുകളിൽ നിന്ന് താഴോട്ട് കൊണ്ടുവന്ന് ഈ ഗ്രീൻ ബോർഡറിൽ മുട്ടിക്കണം. ഇപ്പോൾ ഒരു കീ ഫ്രെയിം ഇവിടെ ആഡാവും. കണ്ട് ഒരു ബ്ലാക്ക് കീ ഫ്രെയിം ഇവിടെ ആഡായി വരും. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ റൂളർ എടുത്തിട്ട് നീക്കി 25ാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് ബോളിനെ ഇങ്ങനെ പൊക്കി കൊടുത്തു. അതായത് മുകളിൽ നിന്ന് താഴെ വന്ന് അടിച്ചിട്ട് മുകളിലോട്ട് വീണ്ടും പൊങ്ങിപ്പോയി. അന്നേരം ഒരു കീ ഫ്രെയിം ഇവിടെ ആഡായി. വീണ്ടും റൂളർ നീക്കി ഒരു 40ൽ വെച്ചു. 40ൽ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ട് താത്തു കൊടുത്തു. പിന്നെ റൂളർ വീണ്ടും നീക്കി ഒരു 55ൽ വെച്ചു. ബോളും കുറച്ചുകൂടെ പൊങ്ങി. വീണ്ടും ഒരു 65 അല്ല 70ൽ വെച്ചിട്ട് താഴോട്ട് താത്തു കൊടുത്തു. വീണ്ടും റൂളർ നീക്കി കൊടുത്തു, മുകളിലോട്ട് പൊക്കി കൊടുത്തു. വീണ്ടും നീക്കി കൊടുത്തു, മുകളിലോട്ട് താഴെ കൊടുത്തു. അപ്പം പുറത്തോട്ട് പോകുന്നുണ്ട്, സ്ക്രീനിന് വെളിയിൽ പോകുന്നു കേട്ടോ. വീണ്ടും പൊങ്ങിയിട്ട് അറ്റത്ത് വന്നിട്ട് താഴോട്ട് പോകുന്നതായിട്ട്. ഇവിടെ വരെ ഉള്ളു ഞാൻ ചെയ്യുന്നുള്ള ആനിമേഷന്.
ഇപ്പം ഇത്രയും വരെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഇവിടെ കണ്ട ആരോ പോലെ കിടക്കുന്നുണ്ട്, ഇതെല്ലാം കീ ഫ്രെയിം ആണ്. നമുക്കിനി ഇത് ആദ്യം മുതലൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ പ്ലേ ബട്ടൺ ഇവിടെയുണ്ട് കേട്ടോ, ഈ ഒരു പ്ലേ ബട്ടൺ. പ്ലേ എൻ്റർ കൊടുത്താലും പ്ലേ ചെയ്യാൻ പറ്റും, കീബോർഡ് എൻ്റർ കൊടുത്താലും മതിയാവും. കണ്ടോ? ഇങ്ങനെയാണ് ആനിമേഷൻ ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് ക്ലാസിക് ടീൻ ആനിമേഷൻ. അപ്പം നമ്മളിപ്പോൾ പഠിച്ചത് മോഷൻ ടീൻ ആനിമേഷനാണ് ഇന്നലെ ചെയ്തത്. അതിനെന്താണ് പാത്ത് കാണിക്കും, ഇതിന് പാത്ത് കാണിക്കത്തില്ല. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിനെന്ന് പറയുമ്പോൾ നമ്മൾ മോഷൻ ടീൻ ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് പോകുന്ന ഒരു ബോൾ പോകുന്നതിൻ്റെ പാത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റും, ഒരു ലൈൻ പോലെ. ആ ലൈനെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റും. പക്ഷെ ഇവിടെ അങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതായത് പാത്ത് വരുന്നില്ല, വെറുതെ നമ്മൾ എങ്ങോട്ട് നീക്കുന്നു അതിനനുസരിച്ച് അതിന് ആനിമേഷൻ അത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഇതാണ് ചെയ്ത് നോക്കണം. നമ്മൾ ഇന്നലെ ചെയ്തതുപോലെ തന്നെയാണ്, പക്ഷെ ഒരു വ്യത്യാസം, മോഷൻ ടീന് പകരം ക്ലാസിക് ടീൻ ആണെന്ന് മാത്രമേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കുക. അതിപ്പോൾ ഞാൻ കളറ് കാണാണ്ട് പോയത് പിന്നെ ഓപ്ഷൻ ഒന്ന് മാറ്റിയതാണ് കേട്ടോ. ഇത്രയും വരെയുള്ളൂ. ഇത് ഇത്രയും സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് വയ്ക്കുക. ഫയലിൽ പോയിട്ട് സേവ് ആസ് ചെയ്യുക, അല്ലെങ്കിൽ സേവ് ചെയ്താലും മതിയാവും.